ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പുറത്ത് CPIM ഉൾപ്പെടെ ഇടതു പാർട്ടികളുണ്ട്. അവർ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതോടൊപ്പം തന്നെ ബംഗാളിനും ത്രിപുരയ്ക്കും പുറമെ ഇടതു പാർട്ടികൾ ബംഗാളിലും ത്രിപുരയ്ക്കുമുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഉണ്ട്. ഈ രീതിയിലുള്ള രാഷ്ട്രീയ ഒരു വിശകലനം അതാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. എല്ലാവർക്കും അത് അറിയാനുള്ള ആകാംക്ഷയുണ്ടാവും. 24 ഒബ്സർവറിൽ ബി ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രവിത, സ്മിത. ഇടതു പാർട്ടികളെ സംബന്ധിച്ച് കേരളം, ബംഗാൾ, ത്രിപുര നേരത്തെ CPIMൻ്റെയും ഇടതു പാർട്ടികളുടെയും ഒക്കെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അതിൽ ബംഗാളിലും ത്രിപുരയിലും CPIMന് അധികാരം നഷ്ടപ്പെടുകയും മൂന്നാം സ്ഥാനത്തേക്ക് ബംഗാളിൽ തള്ളപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇടതു പാർട്ടികളുടെ പ്രസക്തി അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ സ്ഥിതി എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. നേരത്തെ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇടതു പാർട്ടികൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായിരുന്നു. അതിനു മുമ്പും മൂന്നാം മുന്നണി കാലത്തൊക്കെ ഇടതു പാർട്ടികൾ, പ്രത്യേകിച്ച് CPIM, ഒരു കിങ് മേക്കറുടെ റോളിലായിരുന്നു ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 2009 ശേഷം ഇടതു പാർട്ടികളുടെ പ്രസക്തി ഏതാണ്ട് കുറഞ്ഞു വരുന്ന സ്ഥിതി ഉണ്ടായി. 2014 അത് ഏറെക്കുറെ പൂർത്തിയായി എന്ന് പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഇടതു പാർട്ടികൾക്ക് ആകെ ലഭിച്ചത് 3 ലോക്സഭാംഗങ്ങൾ. CPIMന് CPIക്ക് 2 ലോക്സഭാംഗങ്ങൾ എന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇക്കുറിയെങ്കിലും അതിന് മാറ്റം വരുമോ? അതിന് മാറ്റം വരണമെങ്കിൽ പ്രധാനമായും കേരളത്തിൽ നിന്ന് കൂടുതൽ MPമാർ ഇടതു പാർട്ടികൾക്കുണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതു പാർട്ടികൾ ആ നിലയിലുള്ള പ്രവർത്തനം അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമെന്ന നിലയിൽ കേരളത്തിൽ നടത്തുന്നത്. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഒരു തിരിച്ചുവരവിൻ്റെ ശ്രമമാണ് ഇടതു പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനു പുറത്ത് ഇപ്പോൾ തന്നെ നമുക്കറിയാം CPIക്ക് ദേശീയ രാഷ്ട്രീയ പദവി നഷ്ടപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ വിവിധ സംസ്ഥാനങ്ങളിൽ പല ചിഹ്നങ്ങളിലായാണ് മത്സരിച്ചത്. ഛത്തീസ്ഗഡിൽ TV അടയാളത്തിലായിരുന്നു മത്സരിച്ചത്. അരിവാൾ നെൽക്കതിരാണ് CPIയുടെ അടയാളമെങ്കിലും ദേശീയ രാഷ്ട്രീയ പദവി നഷ്ടപ്പെട്ടതോടുകൂടി അവർ മറ്റ് ചിഹ്നങ്ങളിലേക്ക്, സംസ്ഥാന പാർട്ടികളുടെ ചിഹ്നങ്ങളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. അത് ഒരു മാറ്റം വരണമെങ്കിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ദേശീയ പാർട്ടി പദവിക്ക് വേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനാവശ്യമായ വോട്ടുകൾ സമാഹരിക്കേണ്ടതുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ആ നിലയിലുള്ള ഒരു പ്രകടനം മെച്ചപ്പെടുത്തൽ ഇത്തവണ ഉണ്ടാകുമോ എന്നത് പ്രസക്തമായ കാര്യമാണ്. പക്ഷേ പല സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട പാർട്ടികൾ ഈ ഇടതു പാർട്ടികളെ തഴഞ്ഞ മട്ടാണ്. തമിഴ്നാട്ടിൽ മാത്രമാണ് ഇതിനകം ഒരു ധാരണയായി എന്ന് പറയാവുന്നത്. അവിടെ CPIക്കും CPIMനും 2 സീറ്റുകൾ വീതം നൽകാൻ DMK നേതൃത്വം തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ തവണയും 2 സീറ്റുകൾ വീതമാണ് നൽകിയിരുന്നത്. 2ഇടങ്ങളിലും, അതായത് CPIയും CPMും ലഭിച്ച 2 സീറ്റുകളിലും ജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കുറി ആ സീറ്റുകൾ തന്നെ ഈ പാർട്ടികൾക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം ഏതു സീറ്റുകളാണ് DMK നേതൃത്വം നീക്കി വച്ചിരിക്കുന്നത് എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. കഴിഞ്ഞ തവണ CPIM തമിഴ്നാട്ടിൽ ജയിച്ച 2 സീറ്റുകൾ മധുരയും കോയമ്പത്തൂരുമാണ്. പക്ഷേ ഇത്തവണ കോയമ്പത്തൂരിൽ കമലഹാസൻ, മക്കൾ നീതിമയ്യം നേതാവും നടനുമായ കമലഹാസൻ കോയമ്പത്തൂർ സീറ്റാണ് ഉന്നമിട്ടിരിക്കുന്നത്. DMK അതിന് ആ സീറ്റ് നൽകാൻ തയ്യാറാണ്. പക്ഷേ ഏത് സീറ്റുകൾ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തമിഴ്നാട്ടിൽ തുടരുന്നുണ്ട്. ബീഹാറിൽ കഴിഞ്ഞ തവണ ബെഗുസരായി സീറ്റിലാണ് CPI മത്സരിച്ചത്. കനയ്യകുമാറായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. ഇത്തവണ അവിടെ ഇനിയും ഒരു ധാരണ ആയിട്ടില്ല മഹാസഖ്യം സംബന്ധിച്ച്. മറ്റു സംസ്ഥാനങ്ങൾ, രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ 3 സീറ്റുകളിൽ CPIM ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു. ഇത്തവണ ഏതെങ്കിലും ഒരു സീറ്റുകളിൽ അവിടെ കോൺഗ്രസുമായി ചേർന്ന് സഖ്യമുണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യം CPIM നേതൃത്വം ആലോചിക്കുന്നുണ്ട്. ഈ നിലയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇടതു പാർട്ടികൾ ഇപ്പോഴും പ്രധാനപ്പെട്ട പാർട്ടികളുമായി ധാരണയിലാകാനോ അല്ലെങ്കിൽ അവരുടെ അവഗണന കൊണ്ട് ഇടതു പാർട്ടികൾക്ക് സീറ്റ് ലഭിക്കാൻ കഴിയാത്ത സ്ഥിതിയോ ആണ് ഇപ്പോഴുള്ളത്. ശരി, താങ്ക് യു. കേരളത്തിന് പുറമെ ഇടതു പാർട്ടികളുടെ അവസ്ഥ, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ എന്താണ് എന്നുള്ളതാണ് 24 ഒബ്സർവറിൽ ബി ദിലീപ് കുമാർ വിശകലനം ചെയ്തു.